ഇപ്പോൾ രാജ്യമെങ്ങും ഗണേശോത്സവം നടക്കുന്ന സമയമാണ്. ഗണേശ നിമജ്ജന ഘോഷയാത്രകൾ രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. അത്തരത്തിലുള്ള ഘോഷയാത്രകൾക്ക് നേരെ എല്ലാ വർഷവും ആക്രമണ സ്വഭാവം അഴിച്ചുവിടുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിലെ ജഹാസ്പൂർ എന്ന് പറയുന്ന പട്ടണത്തിലൂടെ കടന്നുപോയ ഗണേശോത്സവത്തിന് നേരെ മസ്ജിദിനുള്ളിൽ നിന്നും കല്ലെറിഞ്ഞു. ഇതോടുകൂടി തന്നെ അനവധി പേർക്ക് പരിക്ക് പറ്റി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ഹിന്ദു വിശ്വാസികൾ അവിടേക്ക് തടിച്ചുകൂടുകയും മസ്ജിദ് വളയുകയും ചെയ്തു. അവിടെ എത്തിയ BJP MLA ഗോപിചന്ദ് അവിടെ മീണ വിഭാഗം ഉയർത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞത് ഇനി കല്ലെറിയുന്നവരുടെ വീടുകളല്ല, പകരം ഇതുപോലുള്ള അനധികൃത മസ്ജിദുകൾ തന്നെ ഇടിച്ചു നിരത്തുകയാവും ബുൾഡോസർ ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മുനിസിപ്പൽ അധികൃതർ ഈ മസ്ജിദിന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള രേഖകൾ, പാട്ടം സംബന്ധിച്ച രേഖകൾ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 10 പേരെ കസ്റ്റഡിയിലെടുത്ത വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അനധികൃത മസ്ജിദുകളെ മറയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കല്ലേറും മറ്റും നടക്കുന്നത്. ഇത് മസ്ജിദുകളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അനധികൃതമായി കെട്ടി ഉയർത്തിയ മസ്ജിദുകൾക്കെതിരെ ഹിമാചൽ പ്രദേശിൽ വലിയ പ്രതിഷേധം അരങ്ങേറുമ്പോഴാണ് ഇപ്പോൾ രാജസ്ഥാനിലും സമാനമായി വിളിച്ചു വരുത്തിയ അപകടമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഈ കല്ലേറ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.